മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കഷ്ടങ്ങളേറിടുമ്പോ എനിക്കേറ്റമടുത്ത തുണയാ, കഷ്ടങ്ങളേറിടുമ്പോ എനിക്കേറ്റമടുത്ത തുണയാ, ഘോരവൈരി നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ, മേശ നമുക്കൊരുക്കുമല്ലോ. ഘോരവൈരി നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ, മേശ നമുക്കൊരുക്കുമല്ലോ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുവിശേഷകൻ സാബു ടി പോൾ വെട്ടിയാർ. പ്രാർത്ഥനയോട് ശ്രമിച്ചാലും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ഈ ക്രിസ്തീയ പ്രോഗ്രാമിലൂടെ പ്രഭാത സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് ധ്യാനചിന്തയ്ക്കായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല എന്ന് ദൈവം തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, കാലവും കാലഗതിയും കാലാനുസൃതമായ മാറ്റവും വിവരണങ്ങൾ ആവശ്യമില്ലാത്ത വിധത്തിൽ നമ്മുടെ കണ്ണിന് മുൻപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രമാനുഗതമായ ഒരു വ്യവസ്ഥിതിക്ക് മാറ്റമുണ്ടാകുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് നാം സാക്ഷികളാകേണ്ടി വരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ, മഹാമാരി, അത് നിമിത്തം മനുഷ്യൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, പ്രിയമുള്ളവരെ, അത് വിവരണാതീതമാണ്. നാം പലപ്പോഴും അതിൻ്റെ സാക്ഷികളായിട്ടുണ്ട്. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ പലപ്പോഴും നാം ഭീതിയുള്ളവരായി, അസ്വസ്ഥരായി മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. ഇന്ന് ലോകത്തിന് ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തിന് കാരണമെന്താണ്? ഇത്തരം പ്രതിസന്ധികളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മാനവകുലത്തിന് നേരിടുന്ന ഈ പ്രതിസന്ധിയുടെ കാരണം മനുഷ്യർ തന്നെയാണ്. ക്രമാനുഗതമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിക്ക് മനുഷ്യൻ്റെ ബുദ്ധിയും അവൻ്റെ ശക്തിയും ബുദ്ധികൂർമ്മതയും ചേർന്ന് മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ പരിണിതഫലം മാനവകുലം അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ തെളിവുകളാണ് ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ തിരുവചന ഭേദഭാഗം നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. അതിൻ്റെ കാരണം ദൈവം തന്നെ തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. തിരുവചനം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകളെ വെളിപ്പെടുത്തുന്നത്? അവിടുന്ന് അപ്രമേയനാണ്, അവിടുന്ന് നിത്യനാണ്, അവിടുന്ന് ആത്മാവാണ്, അവിടുന്ന് അദൃശ്യനാണ്. സങ്കീർത്തനങ്ങൾ 102-ന്റെ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത്: പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. പ്രപഞ്ചം മാറ്റത്തിന് വിധേയമാകുമ്പോൾ ദൈവോധനം പറയുകയാണ്, ദൈവത്തെ സംബന്ധിച്ച് അവിടുന്ന് അനന്യനായി നിലകൊള്ളുന്നു എന്നതാണ്. ഇത് എത്രയോ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ദൈവത്തിലാണ്
ഉയരത്തിൽ നിന്ന്, വെളിച്ചങ്ങളിലെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവത്തിന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എന്ന് പറഞ്ഞാൽ കാലാനുസൃതമായ മാറ്റം ഇല്ലാത്തവനാണ് ദൈവം. മാറ്റം ഭവിക്കാത്തവനാണ് നമ്മുടെ ദൈവം. ആരെല്ലാം മാറിപ്പോയാലും നമുക്ക് വാക്ക് തന്നവരും നമ്മുടെ കൂടെ സഞ്ചരിച്ചവരും നാം ഒരുപാട് ആശ്രയിച്ചവരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും നമ്മെ വിട്ട് മാറിപ്പോകും. എന്നാൽ എൻ്റെ ദൈവം മാറ്റം ഭവിക്കാത്തവനാണ്. അവന് സർവബഹുമാനവും ആരാധനയും അർപ്പിക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായം 20-21 വേദഭാഗങ്ങൾ. അവിടെ നാം വായിക്കുന്നത്, തൻ്റെ കൃത്യനിർവഹണത്തിൽ മാറ്റമില്ലാത്തവനാണെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. നമുക്ക് എത്രയോ ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ് നമുക്കവിടെ വായിക്കാൻ കഴിഞ്ഞത്. അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച തന്റെ വിശ്വാസത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് ദൈവികമായ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ച് തൻ്റെ വിശ്വാസം സ്ഥാപിക്കാൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ മാറ്റം വരുത്താത്ത ദൈവം തൻ്റെ പ്രവൃത്തികൾ നമ്മിൽ അനുസ്യൂതം തുടരുകയാണ്. 103-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ അന്യൂന്യമായ ദൈവകൃപയുടെ മഹത്വം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? യഹോവയുടെ ദയോ എന്നും എന്നേക്കും തൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. സ്നേഹത്തിലും കരുണയിലും മാറ്റമില്ലാത്ത ദൈവം ദുരന്തങ്ങളുടെ പ്രവാഹങ്ങൾ കൈകൂട്ടുമ്പോൾ ആദിയുടെയും വ്യാധിയുടെയും ആഴങ്ങളിൽ മേൽ നടകൊള്ളുന്ന അഖിലാണ്ട സൃഷ്ടിതാവായിരിക്കുന്ന അധികാരമുള്ള ദൈവം, ആത്യന്തനായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഒരു പകൽ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രഭാതം കർത്താവേ, ഈ പകൽ കർത്താവിന് മഹത്വം കരേറ്റ് ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ സഞ്ചരിക്കുന്ന മാർഗങ്ങളിൽ ഞങ്ങളുടെ ആത്മീക ഭൗതികമായ ആവശ്യങ്ങളുടെ നിലവിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം. അവിടുത്തെ ആലോചനയാൽ വഴി നടത്തണം. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ.